രാവിലെ മസ്കറ്റിലെ സുൽത്താൻ കാബൂസ് മോസ്കും ഒപ്പേറ ഹൗസും കണ്ടതിന് ശേഷം ലഹബ് കിച്ചണിൽ നിന്ന് നല്ല അടിപൊളി ഭക്ഷണവും കഴിച്ച് നമ്മളിപ്പോൾ മത്ര കോർണിഷും മത്ര സൂക്കും കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 6:30 ആയിട്ടുണ്ട്. റോഡിലെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞിട്ടുണ്ട്, ചൂടൊക്കെ കുറഞ്ഞു. നമ്മുടെ മസ്കറ്റ് യാത്രയിലെ രണ്ടാമത്തെ വീഡിയോ, അതായത് പാർട്ട് 2 വീഡിയോ ആണിത് കേട്ടോ. പാർട്ട് 1 കാണാത്തവരൊന്ന് കാണണേ. ഇത്രയും നേരം യാത്ര ചെയ്തെങ്കിലും നമുക്ക് യാതൊരുവിധ മടുപ്പും തോന്നിയിട്ടില്ല. കാരണം പിള്ളേർക്ക് കൂട്ടായി പിള്ളേരും ഉണ്ട്, പിന്നെ നമുക്ക് നമ്മുടെ കോളേജ് ഡേയിലെ ഒരു റീയൂണിയനുമായി. അങ്ങനെ ദുബായിലുള്ള നമ്മളും അബുദാബിയിലുള്ള ഷൈബിന്ദും ഫാമിലിയും സജേഷിൻ്റെയും ഫാമിലിൻ്റെയും മസ്കറ്റിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മത്ര കോർണിഷിലെത്തി. മസ്കറ്റിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് കേട്ടോ ഇത്. ഒമാനിൽ എണ്ണ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മത്ര പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള കപ്പൽ റൂട്ടിലാണ് മത്ര കോർണിഷ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കപ്പൽ യാത്രയുടെ കാലഘട്ടത്തിൽ വലിയ വ്യാപാരം നടന്നിട്ടുള്ള സ്ഥലമാണിത്. ദാണ്ട് ഇവിടെ 2-3 കപ്പലുകൾ നിർത്തിയിട്ടുണ്ട്. മത്ര കോർണിഷിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് മത്ര സൂക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എത്തുന്നത് മത്ര സൂക്കിന്റെ എൻട്രൻസിലേക്കാണ്. അപ്പോൾ ഇതാണ് മത്ര സൂക്ക്. നമ്മളിങ്ങനെ മത്ര സൂക്കിലെത്തിയിരിക്കുകയാണ്. ഒമാൻ്റെ പരമ്പരാഗതമായ ശൈലിയിലാണ് ഈ സൂക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അവിടുത്തെ ഉള്ളിലുള്ള ഷോപ്പുകളും അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന ഐറ്റംസിൽ കൂടുതൽ ഐറ്റംസും നമുക്ക് കിട്ടുന്നത് ഈ പരമ്പരാഗതമായ രീതിയിലുള്ള ഐറ്റംസാണ്. നമുക്കിനി മത്ര സൂക്കിൻ്റെ ഉള്ളിലേക്ക് പോകാം. മത്ര സൂക്കിൽ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പം മത്ര സൂക്ക് മുഴുവനായിട്ട് കവർ ചെയ്യാൻ നമുക്ക് ഒത്തിരി സമയം വേണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ഥലം മാത്രമേ ഇന്ന് സൂക്കിലേക്ക് ഉള്ളിലേക്ക് പോകുന്നുള്ളൂ. വളരെ വിശാലമായൊരു സൂക്കാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ സൂക്കിൽ ഇന്ന് കാണിക്കുന്നുള്ളൂ. ഒമാനിലെ ഏറ്റവും പഴയ മാർക്കറ്റുകളിൽ ഒന്നാണിത്. ഏകദേശം 200 വർഷം പഴക്കമുള്ള മാർക്കറ്റാണ് മത്ര സൂക്ക്. അൽദലം സൂക്ക് എന്നാണ് ഈ സൂക്കിനെ പ്രാദേശികമായിട്ട് വിളിക്കുന്നത്. അൽദലം എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുട്ട് എന്നാണ്. പകൽ സമയത്ത് പോലും സൂര്യപ്രകാശം കടക്കാത്തതും ഷോപ്പിങ്ങിന് വരുന്നവർക്ക് ആവശ്യമായ ഷോപ്പുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി വിളക്കുകളെ ആശ്രയിക്കേണ്ടി വരുന്ന തിരക്കേറിയ സ്റ്റാളുകളും ഇടുങ്ങിയ വഴികളും ഉള്ളതിനാലാണ് മത്ര സൂക്കിന് അൽദലം അഥവാ ഇരുട്ടിൻ്റെ സൂക്ക് എന്ന് വിളിപ്പേര് വന്നത്. കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഒമാനികളുടെ പുരാതനമായ ആയുധങ്ങൾ, പാത്രങ്ങൾ, ട്രഡീഷണലായ വേഷവിധാനങ്ങൾ ഇവയൊക്കെയാണ് ഇവിടെ കൂടുതലും വിൽക്കപ്പെടുന്നത്. ഓരോന്നും അടുത്തടുത്തുള്ള ഷോപ്പുകളാണ് കേട്ടോ. നടുക്കൂടെ നടക്കാനുള്ള വഴിയും ഇരു സൈഡിലായിട്ട് പല വിധത്തിലുള്ള ഷോപ്പുകളുമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നടന്ന് സൂക്കിൻ്റെ മറു സൈഡിലെത്തി. ഈ ഭാഗത്തു നിന്നും വരുന്നവരെ വെൽക്കം ചെയ്യാനുള്ള മുനിസിപ്പാലിറ്റിയുടെ ഒരു ബോർഡും അതോടൊപ്പം മത്ര സൂക്കിൻ്റെ വർക്കിംഗ് ടൈം ഇംഗ്ലീഷിലും അറബിക്കിലും എഴുതിയിട്ടുള്ള മറ്റൊരു ബോർഡും ഇവിടെയുണ്ട്. സൂക്കിൻ്റെ വർക്കിംഗ് ടൈം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയുമാണ്. ഷൈജു, ഇതിൻ്റെ പ്രത്യേകത അറിയിച്ചേ. ഇതെന്ന് വെച്ചാൽ ഇവിടെ മഴ പെയ്യുമല്ലോ. ഇവിടെ മസ്കറ്റിലൊക്കെ അത്യാവശ്യം ഇടക്കിടക്ക് മഴ പെയ്യും. നമ്മളെ UAE പോലെയല്ല. അപ്പം എന്നോട് പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഇവിടെ നല്ല മഴ പെയ്തിട്ടാകുമ്പോൾ ഇതിങ്ങനെ ഒരു കുന്നാണ്. ഇനി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. താഴെ മുതലേ ഒരു കുന്ന് കയറി വന്നതല്ലേ. അപ്പോൾ അവിടുന്ന് മഴ പെയ്തിട്ട് വെള്ളം ഇതിലേ ഇങ്ങനെ ഒലിച്ച് നേരെ നമ്മൾ സൂക്കിലേക്ക് താഴെ നിന്ന് കയറി വന്നില്ലേ, ഒരു പാലമൊക്കെ കണ്ടില്ലേ, ആ കടലിൻ്റെ കോർണിഷിൻ്റെ അവിടത്തേക്ക് പോവുക. അപ്പോൾ ഈ കടകളെ സൈഡിലൂടെയൊക്കെ വെള്ളം ഒലിച്ചിട്ട് അങ്ങ് പോവുക, മുഴുവൻ വെള്ളം. ഇതിലേ കൂടെ നേരെ താഴെ വരെ പോകും വെള്ളം. അതാണ് ഒരു മണ്ണ് വരങ്ങിയ പോലെ ഉണ്ട് മൊത്തത്തിൽ. ചില സമയത്ത് നല്ല വെള്ളം കടകളിലേക്കെല്ലാം അടിച്ചു കയറുന്ന പറഞ്ഞു. ചേട്ടാ എങ്ങനെ പറയുന്നത് ഇവിടെ ഇതിലൂടെ വെള്ളം പോകുന്ന പറയുന്നില്ല തന്നെയാണോ? ഇവിടെ നല്ല മഴയുള്ള സമയത്ത് ഇതിലൂടെ വെള്ളപ്പൊക്കം പോലെ വെള്ളം ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് കടകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. നാശനഷ്ടത്തിന് നഷ്ടപരിഹാരം കൊടുക്കും ഇവരെങ്ങനെയാ? മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെ ഇവിടെ ഉഷാറാണോ? ഇവിടെ കഴിഞ്ഞ മഴയ്ക്ക് ഇവിടെ നല്ലൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. വേറെ കാര്യം, നീ താഴെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ താഴെ പോകുമ്പോൾ ആ കോർണിഷിലേക്ക് ഇതിന് ബാരിക്കേഡോ മതിലോ ഒന്നുമില്ല. നേരെ വെള്ളം ഇറങ്ങിപ്പോക്കാം, നാട്ടിലെ വയലിലൊക്കെ പോകുന്ന പോലെ.
നമ്മൾ തിരിച്ച് വന്ന എൻട്രൻസിലേക്ക് തന്നെ നടക്കുവാണ്. പോകുന്ന വഴിക്കൊരു ഷോപ്പിൽ ഇത് നോക്ക്, കുറേ തൊപ്പികൾ വെച്ചിട്ടുണ്ട്. തൊപ്പികൾ മാത്രമുള്ള കടയല്ല, കന്തൂറയും പർദ്ദയൊക്കെ ഉണ്ട്. പക്ഷേ തൊപ്പികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഒരു കൗതുകം. മദ്രാസ് സൂക്കിൻ്റെ ഉള്ളിൽ എവിടെ നിന്നാലും കുന്തിരിക്കത്തിന് മണമാണുള്ളത് കേട്ടോ. മിക്ക കടയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് കുന്തിരിക്കം പുകയ്ക്കുന്നുണ്ട്. മദ്രാസ് സൂക്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇവിടെയുള്ള ഒരു വ്യൂ പോയിന്റിലോട്ട് പോവുകയാണ്. ഉച്ചയ്ക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതിനാൽ രാത്രിയിലേക്കുള്ള ഭക്ഷണം കുറച്ച് ലഘുവാക്കാന്നുള്ള ചിന്തയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ തീരുമാനിച്ചു. അപ്പം തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന പോലെ കണ്ണൂർ ജില്ലക്കാരായ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ബേക്കറിയായ MRA ബേക്കറിയുടെ ബ്രാഞ്ച് ഇതാ മസ്കറ്റിലും. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി പാർക്ക് ചെയ്ത് ചാടി കയറി. സദ്യയുടെ തീമിലുള്ള അടിപൊളി കേക്ക് ഇരിക്കുന്നു. അതാണ്ട് പഴം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്. നീ എന്താ ഓർഡർ ചെയ്തേ? നെയ്യപ്പം. മട്ടനൊരു MRA കഴിക്കുന്ന പോലെ ഇവിടെ നിന്ന് കഴിച്ചോട്ടാ. അതെ, സ്ട്രോങ് ചായയും നെയ്യപ്പോ. നമ്മൾ MRAയിൽ നിന്ന് ഇറങ്ങി നേരെ വ്യൂ പോയിന്റിലെത്തി. ഒരു സൈഡിൽ നിന്ന് കയറി മറു സൈഡിൽ കൂടെ ഇറങ്ങി വരുന്ന തരത്തിലാണിത്. മുമ്പ് ഇവിടെ നമുക്ക് വാഹനങ്ങൾ നിർത്തി വ്യൂ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം നിർത്തി ഇറങ്ങാൻ പറ്റത്തില്ല, സ്പീഡ് കുറച്ച് ഓടിച്ചു പോകാം. മസ്കറ്റിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട കിഡിലൻ വ്യൂ പോയിന്റ് ആണിത്. രാത്രിയിലെ മസ്കറ്റിന്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇപ്പോൾ സമയം 10:30 നമ്മളിനി നേരെ സജീഷിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണേ. നാളെ രാവിലെ നമ്മൾ സോഹാറിലേക്ക് പോയിട്ട് അവിടെ ഒരു പകൽ സ്പെൻഡ് ചെയ്ത് ഈവനിങ്ങിൽ അബുദാബിക്ക് തിരിക്കാനാണ് പ്ലാന്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ്. നാളത്തെ യാത്രകളൊക്കെ നമ്മൾ പാർട്ട് 3 ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.